ഫ്യൂച്ചർ വെക്കേഷൻസിൻ്റെ ആദ്യമായിട്ടുള്ള തായ്ലൻഡ് റോഡ് ട്രിപ്പ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു ആ ജേണി? അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാമോ? അത് അതിനെപ്പറ്റി ഒരു വേർഡ്സ് ഇല്ല ആക്ച്വലി നമുക്ക് പറയാമെന്ന് പറഞ്ഞാൽ. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരു 15 വർഷം നമ്മൾ ഇത്രയും ടൂറുകൾ ചെയ്തിട്ട് ഐ തിങ്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ട്രിപ്സ് എവർ. എവ്രി ഡേ എല്ലാ ദിവസവും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഐറ്റിനറി. നമ്മൾ ഒരു ഐറ്റിനറി കൂടാണ്ട് നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ്, ഡ്രൈവ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആദ്യത്തെ 2 ദിവസം നമുക്ക് കുറച്ചൊരു ആ കൺട്രി ആയിട്ട് സിങ്ക് ആകാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് എല്ലാ ദിവസവും നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ്, പുതിയ സ്ഥലം, പിന്നെ നമ്മൾ വെഞ്ചർ ചെയ്യാത്ത സ്ഥലങ്ങൾ, ആ ഒരു ഇത്. പിന്നെ അതുകൂടാണ്ട് നമ്മുടെ ഡെയിലി ലഞ്ചസ്, ഡെയിലി ഡിന്നർ, ഹോട്ടൽസ്, അതുപോലെ തന്നെ മനോഹരമായ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഐ തിങ്ക് വൺ ഓഫ് മൈ ബെസ്റ്റ് ട്രിപ്സ് എവർ ടേക്കൺ. അത് ഐ തിങ്ക് ഇനി ആ രീതിയിൽ തന്നെ നമ്മൾ കുറേ ഐറ്റിനറീസ് ഇനിയും പ്ലാൻ ചെയ്യുന്നുണ്ട്. ശരി, ഒരു ഡേ ബൈ ഡേ ഐറ്റിനറിയിൽ എങ്ങനെയായിരുന്നു അത് ഓരോന്ന് പറഞ്ഞുതരാമോ? നമ്മൾ എല്ലാ ദിവസവും നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണത് അറൗണ്ട് 7 o'clock 7:30 സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളൊരു 8:30 ആണ് എല്ലാ ദിവസവും നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ നമ്മളൊരു എവറി ഡേ അറൗണ്ട് 350 കിലോമീറ്റേഴ്സ് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഓൺ ആൻ ആവറേജ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത ഡെസ്റ്റിനേഷൻ എല്ലാം വേരിയഡ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് ആയിരുന്നു. ഇതിനകത്ത് നമുക്ക് ബീച്ച് റിസോർട്ട് ഉണ്ട്, ഇതിനകത്ത് ജംഗിൾ റിസോർട്ട് ഉണ്ടായിരുന്നു, മൗണ്ടൻ റിസോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം വേരിയഡ് ആയിട്ട് കൾച്ചറലി എല്ലാം കൊണ്ടും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെറൈൻസിലാണ് നമ്മൾ വണ്ടി ഓടിച്ചത്. അപ്പോൾ അത് ആ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ബാങ്കോക്കിൽ നിന്നാണ്. അതെ, ബാങ്കോക്കിൽ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണ് പോയത്? ബാങ്കോക്കിൽ നിന്ന് നമ്മൾ നേരെ ബീച്ച് ഡെസ്റ്റിനേഷനായ വുഹാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോയത്. വുഹാനിൽ നമ്മൾ സ്റ്റേ ചെയ്തത് ഒരു ബീച്ച് റിസോർട്ടിലാണ് നിന്നത്. ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു? അത് വളരെ ഷോർട്ട് ഡിസ്റ്റൻസ് ആയിരുന്നു. ദാറ്റ് വാസ് അറൗണ്ട് 150-200 കിലോമീറ്റേഴ്സ് ആയിരുന്നു ഫസ്റ്റ് ഡേയിൽ നമ്മൾ കവർ ചെയ്തത്. ഈ 250 കിലോമീറ്റേഴ്സ് എത്ര സമയം എടുത്തു? 250 കിലോമീറ്റേഴ്സ് വിത്ത് സ്റ്റോപ്പ് അറൗണ്ട് 3.5 hours. അതെ അല്ലേ? അതെ. എവിടെയായിരുന്നു നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് പോകുന്നത്? നമുക്ക് തായ്ലൻഡിൽ വളരെയധികം നല്ല പിറ്റ് സ്റ്റോപ്സ് ഉണ്ട്. പിന്നെ പറഞ്ഞാൽ PTT എന്നും പറഞ്ഞൊരു പെട്രോൾ സ്റ്റേഷൻ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് 7-Eleven എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള അമേരിക്കൻ സ്റ്റോർ, അതിനകത്ത് ഒരുമാതിരി എല്ലാ സംഗതികളും നമുക്ക് കിട്ടും. പ്ലസ് നമുക്ക് കഫേ ആമസോൺ, വൺ ഓഫ് ദ ബെസ്റ്റ് കോഫീസ് യു വിൽ ഗെറ്റ്. അപ്പോൾ നല്ലൊരു ബ്രേക്കുകളാണ് നമ്മൾ ഇതിനകത്ത് ഇടയിൽ എടുത്തിരുന്നത്. അതുകൂടാതെ പോകുന്ന വഴി ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സ്റ്റോപ്പ് ചെയ്തായിരുന്നോ? അതെ, നമ്മൾ ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഡേയിലാണ് ഉദ്ദേശിച്ചത് വുഹാനിൽ. അതെ, നമ്മൾ റെയിൽവേ സ്റ്റേഷൻ, അവിടുത്തെ മെയിൻ ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കിങ്സ് ലാൻഡിംഗ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സ്ഥലമാണ്. അവിടുത്തെ രാജാവ് വന്ന് ലാൻഡ് ചെയ്യണ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ബിക്കോസ് ഇതൊരു സമ്മർ പാലസും ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ആ ഒരു റെയിൽവേ സ്റ്റേഷനൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ട് അവിടെ പോയി സ്റ്റോപ്പ് ചെയ്ത് ഈ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ നടന്ന് ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ നമ്മുടെ ഗൈഡ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ഒരു സ്ഥലങ്ങൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അതിലേക്ക് പോണ വഴിക്ക് നമ്മൾ കിങ്സ് ലാൻഡിംഗ് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ടാണ് പോയത്. ഹുവാഹിനിന്ന് അടുത്ത് നമ്മൾ പോയ ഡെസ്റ്റിനേഷൻ ഏതായിരുന്നു? നമ്മൾ അവിടെ നിന്ന് ഏതാണ്ട് ഇതുപോലെ ഒരു 300 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് കാഞ്ചനപുരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയത്. കാഞ്ചനപുരി എഗെയിൻ വളരെ പോപ്പുലർ ഒരു റെയിൽവേ ലൈനിന് വേണ്ടിയാണ്. ഒരു തായ്ലൻഡ് ബർമ റെയിൽവേ ലൈൻ. പോപ്പുലർലി അതിനെ പറയുന്നത് ഡെത്ത് റെയിൽവേ എന്നാണ്. കാരണം ഏതാണ്ട് ഒരു 2-2.5 ലക്ഷം സോൾജിയേഴ്സ് മരിച്ച ഒരു സ്ഥലമാണ്. അപ്പോൾ അത് ഒരു വാർ സെമിട്രി, പിന്നെ അതുകൂടാണ്ട് ഒരു റെയിൽവേ ലൈൻ. ഇത് ഒരു ബുക്ക്, ഒരു ഫ്രഞ്ച് ഓത്തർ എഴുതിയൊരു ബുക്കിലാണ് ഇത് ഭയങ്കര ഫേമസ് ആയത്, ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വായ്. അപ്പോൾ ആ എക്സാക്ട് സ്ഥലത്ത് ആ ബ്രിഡ്ജിൻ്റെ അടുത്താണ് ഞങ്ങൾ പോയി ഞങ്ങളുടെ ലഞ്ച് ഞങ്ങൾ അവിടെ നിന്നാണ് കഴിച്ചത്. ഞങ്ങൾക്ക് വി വർ വെരി ലക്കി ടു ഓൾസോ സീ ദ ട്രെയിൻ പാസ് ചെയ്യണതും ഞങ്ങൾ കണ്ടായിരുന്നു അവിടെ. പിന്നെ ഞങ്ങൾ ബ്രിഡ്ജിൽ നടന്ന് അപ്പുറത്തെ സൈഡ് പോയി തിരിച്ചു വന്നു. അപ്പോൾ അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കാഞ്ചനപുരിയിൽ. ലഞ്ചിൻ്റെ കാര്യം പറഞ്ഞു. യൂഷ്വലി എല്ലാ ദിവസവും വരുന്ന ഒരു ലഞ്ച് എന്ത് ടൈപ്പ് ആയിരുന്നു? ഞങ്ങൾ വളരെ ക്ലിയർ ആയിരുന്നു, നമുക്ക് കൾച്ചറും അവിടുത്തെ ഒരു ലാൻഡ് അനുസരിച്ച് തന്നെ നമുക്ക് പോകണമെന്ന്. അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും അവിടെ എന്താണ് അവൈലബിൾ, ആ പെർട്ടിക്കുലർ ലാൻഡ്സ്കേപ്പിൽ എന്താ അവൈലബിൾ, അതാണ് ഞങ്ങൾ ലഞ്ചായിട്ട് യൂസ് ചെയ്തത്. മോസ്റ്റ്ലി നമ്മൾ കൊടുത്തത് തായ് ലഞ്ച് തന്നെയാണ്. ഇപ്പോൾ കോസ്റ്റൽ ഏരിയയിൽ വരുമ്പോൾ കൂടുതലും സീ ഫുഡായിരുന്നു. അതുപോലെ നമ്മൾ ഇൻറ്റീരിയർ പോകുമ്പോൾ തായ് ഫുഡ് തന്നെ അവിടുത്തെ എന്താണ് ആ ഏരിയയിലെ പോപ്പുലാരിറ്റി അതാണ് നമ്മൾ കൂടുതലും സെർവ് ചെയ്തത്. ശരി, കാഞ്ചനപുരിയിൽ നമ്മൾ സ്റ്റേ ചെയ്ത ഒരു റിസോർട്ടിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അത് ഒന്നുള്ളത് ഇത് ഒരു ഹ്യൂമൻ ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ദ ജംഗിൾ ആയിരുന്നു. നമുക്കൊരു ഈ റിവർ ക്വായുടെ കോസ്റ്റിൽ തന്നെയാണ്, ഇപ്പോൾ ബാങ്ക്സിൽ തന്നെയാണ് ഈ പ്രോപ്പർട്ടി. ഇതൊരു ക്വായ് റിസോർട്ടിൽ എന്നും പറഞ്ഞൊരു റിവർ സൈഡ് പ്രോപ്പർട്ടി ആയിരുന്നു. ഇത് വളരെ വളരെ ഒരു വലിയ ഏരിയയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നടന്ന് കാണാനും നമുക്ക് പോയി ഇരിക്കാനും കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു.
പിന്നെ ഇത് കൂടാണ്ട് നമ്മൾ വാക്ക് ചെയ്ത് നമ്മൾ ഒരു നൈറ്റ് വാക്ക് ഉണ്ടായിരുന്നു, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നൈറ്റ് വാക്ക്. പിന്നെ അതുപോലെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്കൈ നൈറ്റിൽ നമുക്ക് ഇത്രയും ക്ലിയർ ആയിട്ടുള്ളൊരു സ്കൈ, മിക്കവരും അത് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും ക്ലിയർ ആയിട്ടുള്ളൊരു സ്കൈ കാണുന്നത്. നമുക്ക് ആക്ച്വലി കോൺസ്റ്റലേഷൻസ് നമുക്ക് കൗണ്ട് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. ആ രീതിയിലൊരു സ്കൈ ആയിരുന്നു നമ്മൾ ഇത് ചെയ്തത്. ഇതിലാകെ കൂടെ ഉള്ളൊരു നമുക്ക് ഒരു നേച്ചറായിട്ട് ഡിസ്കണക്ട് ചെയ്യുന്ന സംഗതി, ഈ ഇവിടെ ലോങ് ടെയിൽ ബോട്ട്സ് ഉണ്ട്. ഈ ലോങ് ടെയിൽ ബോട്ട്സിൻ്റെ എൻജിൻ അത് ഭയങ്കര പവർഫുൾ എൻജിനാണ്. അപ്പോൾ ഇത് റിവറിൽ കൂടി പോകുമ്പോൾ ഇത് ഭയങ്കര ഒരു നോയ്സ് ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ അതൊരു ആംബിയൻസിനെ, ആ ഒരു ജംഗിൾ ആംബിയൻസിന് കണക്ട് ചെയ്യണ ഒരു സംഗതിയായിരുന്നു. കാഞ്ചനപുരി അടുത്ത് നിങ്ങൾ പോയത് എങ്ങോട്ടായിരുന്നു? കാഞ്ചനപുരിയിൽ നിന്ന് ഞങ്ങൾ നേരെ അവർ സെൻട്രൽ ടൗണായ സുക്കോത്തായ് ബേസിക്കലി അവരൊരു ട്രഡീഷണൽ ക്യാപിറ്റൽ ടൗൺ ആയിരുന്നു തായ്ലൻഡിൻ്റെ, തായ് കിങ്ഡത്തിൽ. സുക്കോത്തായ് ഡൈനാസ്റ്റി എന്നും പറഞ്ഞൊരു ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബേസിക്കലി സുക്കോത്തായ് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, ഇത് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ചാങ്മായിൻ്റെ ഒരു മിഡിൽ പോയിന്റ് ആയിരുന്നു. അപ്പോൾ അതാണ് ഞങ്ങൾ സുക്കോത്തായ് സെലക്ട് ചെയ്തത്. ചാങ്മായി വരെ ഓടിക്കാനുള്ള ഡിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് ഒരു പിറ്റ് സ്റ്റോപ്പ് പോലെയാണ് സുക്കോത്തായ് ആയിട്ട് കണ്ടത്. സുക്കോത്തായ് ബേസിക്കലി ഒരു ഹെറിറ്റേജ് ആയിട്ടുള്ള ഒരു ടൗൺ ആണ്. അവിടെ ഒരു പെർട്ടിക്കുലർ ഫെസ്റ്റിവൽ ഉണ്ട്, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ, ലോയ് ക്രോത്തോങ്. ഞങ്ങൾ ആ ടൈമിൽ തന്നെയാണ് ഏതാണ്ടും അവിടെ എത്തിയത്. അപ്പോൾ ആ ടൗൺ അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കണമായിരുന്നു. ഞങ്ങളിപ്പോൾ പോയി ഒരു 4 ദിവസം കഴിഞ്ഞാണ് ആ ഫെസ്റ്റിവൽ അവിടെ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ആ ടൗൺ പയ്യെ അവർ ലൈറ്റും ലോട്ടസിൻ്റെ ഒരു ഇതുപോലെ ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ട് ഉള്ള പരിപാടിയൊക്കെ ഉള്ള ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. ഞങ്ങൾ അവിടെ ഒരു ഹെറിറ്റേജ് ഹോട്ടലിലാണ് താമസിച്ചത്. ഒരു റൂയിൻ തായ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ് താമസിച്ചത്. റൂംസൊക്കെ ഇത്തിരി ചെറുതാണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹെറിറ്റേജ് ഹോട്ടൽ എന്നുള്ള രീതിയിൽ ഭയങ്കര ഒരു ഭംഗിയുള്ള സ്ഥലം തന്നെയായിരുന്നു. ഓക്കെ. സുക്കോത്തായിന്ന് അടുത്ത് നമ്മൾ പോയത് ചിയാങ്മായിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തായിരുന്നു? ചിയാങ്മായിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു നോർത്തേൺ ക്യാപിറ്റലാണ്. ഐ തിങ്ക് വൺ ഓഫ് ദ ലാർജസ്റ്റ് സിറ്റീസ് ആഫ്റ്റർ ബാങ്കോക്ക് ആണ് ചിയാങ്മായ്. അപ്പോൾ ഒരു നോർത്തേൺ പ്രൊവിൻസ് ആണ്. ഇതൊരു മൗണ്ടൻ ടൗൺ ആണ്. പലവർക്കും അറിയില്ലാത്തൊരു കാര്യം, ഹിമാലയാസിൻ്റെ ഒരു എൻ പാർട്ട് നിൽക്കുന്നത് തായ്ലൻഡിലാണ്. അപ്പോൾ നമ്മൾ കയറുന്ന മൗണ്ടൻസ് ആക്ച്വലി അത് ഹിമാലയാസിൻ്റെ തന്നെ ഒരു ബെൽറ്റാണ്, ഒരു ഷോർട്ടർ വേർഷൻ ഓഫ് ഹിമാലയാസ്. അപ്പോൾ നമ്മൾ ചിയാങ്മായിലേക്ക് പോകുന്നത് ഡയറക്റ്റ്ലി ചിയാങ്മായിലേക്കല്ല നമ്മൾ പോകുന്നത്. നമ്മളിതിനിടയിൽ ഒരു ദോയ് ഇൻതനോൺ നാഷണൽ പാർക്ക്, ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫസ്റ്റ് ഫസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് നോട്ട് തായ്ലൻഡ്. ഇത് ഒന്നില്ലെങ്കിൽ ആൽപ്സിൽ സ്വിറ്റ്സർലൻഡ് ആകാം, അല്ലെങ്കിൽ ഇത് ന്യൂസിലൻഡ് ആകാം. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ മിക്കവരുടെയും ഗ്രൂപ്പിലുണ്ടായ മിക്കവരുടെയും എന്താ പറയുക ഒരു ഫസ്റ്റ് ഒരു ഫീൽ. അങ്ങനെ നമ്മൾ ഓൾറെഡി തായ്ലൻഡ് 30-35 ഡിഗ്രീസ് ചൂടിൽ നിൽക്കുന്ന ഒരു തായ്ലൻഡ് സഡൻലി നമ്മളൊരു 10 ഡിഗ്രീസ് 12 ഡിഗ്രീസിലേക്ക് വരുന്നതാണ്. വളരെയധികം ഫോഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ദോയ് ഇൻതനോൺ നാഷണൽ പാർക്ക് കണ്ടിട്ടാണ് ഞങ്ങൾ ചിയാങ്മായിലേക്ക് ഡ്രൈവ് ചെയ്തത്. ഈ ദിവസമായിരുന്നു നമ്മൾ ഇത്തിരി ലോങ്ങസ്റ്റ് ഡേ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഈ ദോയ് ഇൻതനോൺ നാഷണൽ പാർക്ക് തന്നെ ഒരു 3.5 hours ഡ്രൈവ്, പിന്നെ ഒരു 2 hours ഡ്രൈവ് ടു ചിയാങ്മായ്. അപ്പോൾ ഇതിനകത്ത് ലഞ്ചും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഞങ്ങൾ ചിയാങ്മായിലേക്ക് ഡ്രൈവ് ചെയ്യുന്നത്. ഓക്കെ. ചിയാങ്മായ് ആണ് അടുത്ത ഡെസ്റ്റിനേഷൻ. അതെ. അതെന്തായിരുന്നു ചിയാങ്മായിനെ കുറിച്ച് പറയാം? ചിയാങ്മായ് നേരത്തെ പറഞ്ഞ പോലെ നോർത്തേൺ പ്രൊവിൻസ് ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൾച്ചറൽ ആൻഡ് കലിനറി ഹബ്ബാണ്. ഇത് ടെമ്പിൾസിന് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പല ടെമ്പിൾസ് ഉണ്ട്. ഞങ്ങളൊരു ടെമ്പിളിൽ പോയായിരുന്നു, മൗണ്ടൻ ടോപ്പിൽ തന്നെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടെമ്പിൾ. കാരണം ഐ തിങ്ക് അത് തായ്ലൻഡിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ടെമ്പിൾസ് ആയിട്ട് അറിയപ്പെടുന്ന ഒരു ടെമ്പിളാണ്. ഞങ്ങൾ 350 സ്റ്റെപ്സ് കയറി ആണ് ഈ ടെമ്പിളിൻ്റെ ടോപ്പിലെത്തുന്നത്. അവിടെ നിന്ന് വ്യൂസും പിന്നെ അതുകൂടാണ്ട് അതിൻ്റെ ഒരു ആർക്കിടെക്ചറൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ ചിയാങ്മായിയുടെ ഒരു മെയിനായിട്ടുള്ള ഇതൊരു ടെമ്പിൾ ടൗൺ ആണ്. പലതരം ടെമ്പിൾസ് ഉണ്ട്. അപ്പോൾ അതിലേറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെമ്പിൾ ഞങ്ങൾ കണ്ട്. പിന്നെ ഇവിടെ നിന്ന് തന്നെ ഞങ്ങളൊരു തായ് വില്ലേജ്, ഒരു ട്രൈബൽ വില്ലേജ്, ബേസിക്കലി അവരെ പോപ്പുലർ അവർ ഈ ലോങ് നെക്ക് ട്രൈബ് എന്നാണ് അവരെ പറയുന്നത്. അവർ ഈ നെക്കിൽ ഒരു കോപ്പർ ബ്രേസ് യൂസ് ചെയ്തിട്ട് അവർ നെക്ക് എലോങ്ങേറ്റഡ് ആവും. അപ്പോൾ ഏജിനനുസരിച്ച് അവരുടെ നെക്ക് എലോങ്ങേറ്റഡ് ആവും. നമ്മളിത് നാഷണൽ ജിയോഗ്രാഫിക്കോ അങ്ങനത്തെ സീരീസിലൊക്കെ കാണുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ ആ ഒരു വില്ലേജിലും ഞങ്ങൾ ചെന്ന് കണ്ടായിരുന്നു. അതും ചിയാങ്മായിൽ നിന്ന് വളരെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ 2 വില്ലേജും കണ്ടിട്ടാണ് ഞങ്ങൾ ചിയാങ്മായുടെ ഒരു ഐറ്റിനറി ഫുള്ളായിട്ട് പ്ലാൻ ചെയ്തത്. ചിയാങ്മായിൽ പിന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥലമല്ലേ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത്? ചിയാങ്മായിൽ നിന്ന് ചിയാങ്റായി. അതെന്താണ് ചിയാങ്റായി ആണ് തായ്ലൻഡിലെ നോർത്തേൺ പ്രൊവിൻസ്. ഇപ്പോൾ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു ടൂറിസ്റ്റ് പേര് കൊടുത്തേക്കണ പോലെ അതൊരു ട്രയാങ്കുലർ ഏരിയയാണ്. ഇവിടെ 3 രാജ്യങ്ങൾ മീറ്റ് ചെയ്യണ ഒരു സ്ഥലമാണ്.
വളരെ പോപ്പുലറായിട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ റിവറാണ് മെക്കോങ് റിവർ. അതാണ് അവിടുത്തെ ലോങ്ങസ്റ്റ് റിവർ. അപ്പോൾ ഈ മെക്കോങ് ആണ് ആക്ച്വലി ഇതിൻ്റെയൊക്കെ ബോർഡർ ഡിസൈഡ് ചെയ്തേക്കണം. അവർ ബോർഡർ ചെയ്തപ്പോൾ ഈ മെക്കോങ് റിവർ വെച്ചിട്ടാണ് ഇതിൻ്റെ ബോർഡർ ചെയ്തത്. അപ്പോൾ ഈ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ തായ്ലൻഡിൽ നിന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഒരു സൈഡിൽ മ്യാൻമാറും ബർമയും ഒരു സൈഡിൽ ലാവോസുമാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ അന്ന് വളരെ ലക്കി ആയിരുന്നു. ഇത് നമ്മുടെ ഐറ്റിനറിയുടെ ഒരു ഭാഗമായിരുന്നില്ല. നമ്മൾ ഗോൾഡൻ ട്രയാങ്കിളിൽ എത്തിയിട്ട് നമ്മൾ ഈ രണ്ട് സൈഡും കണ്ടിട്ട് തിരിച്ചു പോരുക എന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെ ഐറ്റിനറിയുടെ പ്ലാൻ. പക്ഷേ അന്ന് നമ്മൾ പോയി അവിടെ ലോക്കലി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നമുക്ക് പാസ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് ലാവോസിൽ പോകാമെന്ന് പറഞ്ഞു, ഒരു ബോട്ട് റൈഡ് എടുത്ത്. അപ്പോൾ തന്നെ നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി എടുത്ത് നമ്മൾ ബോട്ട് എടുത്ത് ലാവോസിൽ പോയി. അതൊരു ഡ്യൂട്ടി ഫ്രീ സോണായിരുന്നു. അവിടെ നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് നമ്മളെല്ലാം ചിലവരെല്ലാവരും മറ്റേ ഒരു സ്നേക്ക് വൈൻ കുടിച്ചായിരുന്നു അവിടെ നിന്ന്. എന്നിട്ട് നമ്മൾ തിരിച്ച് തായ്ലൻഡിലേക്ക് വന്നു. അപ്പോൾ ഈ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇതൊരു 3 രാജ്യങ്ങളുടെ ഒരു മീറ്റിംഗ് പോയിൻ്റാണ് ആ റിവറിൽ. ഓക്കെ, ഇത് കഴിഞ്ഞ് തിരിച്ച് ബാങ്കോക്കിലേക്ക് റിട്ടേൺ ആയി അല്ലേ? ഒറ്റൊരു സ്ട്രെച്ചിലല്ല റിട്ടേൺ ചെയ്തത്. നമ്മൾ ചിയാങ്മായിൽ നിന്ന് സുഖോത്തായിലേക്ക് തിരിച്ചു വന്ന് സെൻട്രൽ പാർട്ട് ഓഫ് തായ്ലൻഡിൽ വന്ന് അവിടെ ഒരു നൈറ്റ് സ്റ്റേ ചെയ്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ബാങ്കോക്കിലേക്ക് ഡ്രൈവ് ചെയ്തു. ശരി, ഇതിൽ കുവൈറ്റിൽ നിന്ന് വന്ന മലയാളികളുണ്ടായിരുന്നു, സൗദി അറേബ്യയിൽ നിന്ന് വന്നവരുണ്ടായിരുന്നു, പക്ഷെ കേരളത്തിൽ നിന്ന് വന്നവരുണ്ടായിരുന്നു. അതെ, ഇതിൽ US നിന്ന് വന്ന മലയാളി ഉണ്ടായിരുന്നു, US നിന്ന് വന്നവരുണ്ടായിരുന്നു. ഇതിൽ പലരും ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ വെളിയിൽ വണ്ടി ഓടിക്കുന്നത്. അതെ, അവരുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് ഡേ ആയിരുന്നു നമുക്ക്. ബാങ്കോക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് ഒരു ട്രാഫിക് ഒക്കെ ഉള്ള ടൗണാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡേ തൊട്ട് നമുക്ക് ഡ്രൈവ് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഈ 300-400 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരും ഇത്ര ഓടിക്കണമല്ലോന്ന്. പക്ഷേ ഈ 300-400 കിലോമീറ്റർ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു, ആർക്കും ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. ഞങ്ങളൊരു കോൺവേ പോലെ പോണ പോലെ തന്നെ പോയത്. ഇടയ്ക്ക് ആ കോൺവേ ബ്രേക്കായി, പക്ഷേ എന്നാലും ആർക്കും അങ്ങനെ ഒരു ഫീലിംഗ് വന്നിട്ടില്ല. എല്ലാവരും കംഫർട്ടബിൾ ആയിരുന്നു ഡ്രൈവ് ചെയ്യാൻ. അതിനകത്ത് ഫസ്റ്റ് ഡ്രൈവ് ചെയ്യണ ഒരു യങ്സ്റ്റർ ഉണ്ടായിരുന്നു, വളരെയധികം ഓടിക്കാത്തൊരു യങ്സ്റ്റർ ഉണ്ടായിരുന്നു. പുള്ളിയും വളരെ കംഫർട്ടബിൾ ആയിരുന്നു. എല്ലാവരും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇനിയും ഓടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഫീലിങ്ങിലായിരുന്നു. ആരും ടയേർഡ് ആയിരുന്നില്ല. ഓക്കെ, ഇതിൽ അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് ഫെയർ ഫ്യൂച്ചർ പാത്ത് ഫൈൻഡേഴ്സ് എന്ന് പറയുന്ന ക്ലബിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്താണത് ആക്ച്വലി? അപ്പം നമ്മൾ ഇപ്പോൾ ഒരു വേൾഡ് ഡ്രൈവിംഗ് ടൂേഴ്സ് എന്നും പറഞ്ഞാണ് ഈ ഒരു പ്രോഗ്രാം വെച്ചേക്കുന്നത്. അതിലെ ഫസ്റ്റ് സീരീസ് ആയിരുന്നു തായ്ലൻഡ് നമ്മൾ ഇനി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പല മന്ത്സായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഈ വേൾഡ് സീരീസ് ടൂറിൽ ഫസ്റ്റായിട്ട് വന്നവർ അവരെ ഡെസിഗ്നേറ്റ് ചെയ്തേക്കണം, അല്ലെങ്കിൽ അവർക്ക് കൊടുത്തേക്കണ ഒരു പേര് എന്ന് പറഞ്ഞാൽ പാത്ത് ഫൈൻഡേഴ്സ് എന്നാണ്. അപ്പോൾ ഇവരായിരിക്കും നമ്മുടെ ഫസ്റ്റ് ക്ലയൻറ്റ്. ഇപ്പോൾ നമ്മൾ ഏത് പ്രൊഡക്റ്റ് ഇറക്കിയാലും ഇവർക്കായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് നമ്മൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഫസ്റ്റായിട്ട് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ വന്ന ക്ലയൻസിനായിരിക്കും നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു എന്താണ് പറഞ്ഞൊരു ഫസ്റ്റ് കം അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ക്ലയൻറ്റ് എന്നുള്ളൊരു ഇത് കൊടുക്കുന്നുണ്ട്. ഫെയർ ഫ്യൂച്ചർ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്ത തായ്ലൻഡിലേക്കുള്ള യാത്രകൾ എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു തായ്ലൻഡ് എന്നുള്ളൊരു എക്സ്പീരിയൻസ്, ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് നമുക്ക് എല്ലാവർക്കും ഒരു പുതുമയായിരുന്നു. അപ്പോൾ ഇതിന് പല രീതിയിലുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് നമ്മുടെ എല്ലാവരും മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ ഇത് ഒരു വളരെ വണ്ടർഫുൾ പ്രൊഡക്റ്റായിട്ട് തന്നെ നമുക്ക് മുമ്പിലേക്ക് കൊണ്ടുപോകാനുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മൾ ഇത് എല്ലാ മന്തും ദാറ്റ് ഇസ് ഫ്രം ജാൻ ഓൺവേർഡ്സ് നമ്മൾ ഫസ്റ്റ് 3 ക്വാർട്ടർ ദാറ്റ് ഇസ് എൻഡ് ഓഫ് ജാൻ, ഫെബ്, മാർച്ച്, ഈ ഒരു 3 മാസം എന്തായാലും നമ്മളൊരു 3 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് തായ്ലൻഡ് സിമിലർ ഐറ്റിനറി തന്നെ, സിമിലർ ഡെസ്റ്റിനേഷൻ തന്നെ. ബിക്കോസ് ഇതൊരു നല്ലൊരു ഡ്രൈവിംഗ് സോൺ തന്നെയാണ്. പിന്നെ അതുപോലെ നമുക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസുകൾ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഡ്രൈവിംഗ് സോണാണ്. അപ്പോൾ ഇതിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ചൈനീസ് ന്യൂ ഇയർ ഇതിനിടയിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഡേറ്റ്സ് മാത്രം നമ്മളൊന്ന് നോക്കിയിട്ട് അപ്പോൾ നമ്മൾ ഈതർ ഓൺ എൻഡ് ഓഫ് ജാൻ അല്ലെ ഫെബിൽ വെച്ചിട്ട് ഈ ഐറ്റിനറി റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഒരു ഫസ്റ്റ് ടൈം ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ചെയ്യുന്നവർ തായ്ലൻഡ് ഒരു നല്ല ഡെസ്റ്റിനേഷൻ ആണല്ലോ. കാരണം നല്ല ഡ്രൈവിംഗ് കൾച്ചർ, ഒട്ടും റോഡ് റേജ് ഇല്ലാത്ത ഒരു ഡെസ്റ്റിനേഷൻ അല്ലേ അത്? അപ്പോൾ ഒരു ഫസ്റ്റ് ടൈം ഡ്രൈവർക്കും ഇതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഒരു നല്ല ഡെസ്റ്റിനേഷൻ അല്ലേ? അതെ, ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത് ഈവൻ ഡ്രൈവിംഗ് പഠിച്ച് കുറച്ച് നാൾ ഓടിച്ച ആൾക്കാർക്ക് വരെ നമുക്കത് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ആ ഒരു ഡ്രൈവിംഗ് കൾച്ചർ അവർക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ 2-3 ദിവസമായിട്ട് വണ്ടിയിൽ ഹോങ്ക് ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ ലെയിൻ മാറുമ്പോൾ നമ്മൾ ഇൻഡിക്കേഷൻ ഇട്ടാണ് ലെയിൻ ചെയ്യുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ അകത്തുണ്ടായിരുന്ന കുറച്ച് റോഡ് റേജൊക്കെ ഇപ്പോൾ മാറി. നമ്മൾ വേറെ ഒരാൾക്കാർക്ക് വണ്ടി കയറിപ്പോയിക്കോ എന്നുള്ള രീതിയിലായിരുന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഒരു 6 മാസം വണ്ടി ഓടിച്ചുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കും നമുക്ക് ഈ പ്രൊഡക്റ്റ് ആക്ച്വലി ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു ഡ്രൈവിംഗ് കൾച്ചർ ബെറ്റർ ആകണേ.
ഈവൻ ദോ നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വെയർ ഓൺലി മെൻ, ഇതിൽ ഈവൻ ഫാമിലീസ് വിത്ത് കിഡ്സ് പോലും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റിനറി അല്ലേ ഇത്? അതെ, വണ്ടർഫുൾ ആയിട്ട് നമുക്ക് ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇതൊരു തായ്ലൻഡിൻ്റെ ഒരു എക്സ്പോഷർ, അല്ലെങ്കിൽ തായ്ലൻഡ് എന്നുള്ളൊരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു കൺട്രി പല രീതിയിലാണ് ഇന്ത്യയിൽ അത് ആൾക്കാരെ അതിനെപ്പറ്റി പോർട്രേറ്റ് ചെയ്തേക്കണത്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി നമുക്ക് ഈ ട്രിപ്പിൽ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂടെ വന്ന ഈ 10, 18, 20 പേരെടുത്ത് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു മൈൻഡിൽ തായ്ലൻഡ് എന്ന് പറഞ്ഞ ഒരു കൺട്രി തന്നെ മാറിയിട്ടുണ്ട്. കാരണം അത് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളും നേച്ചറും ഇതൊക്കെയാണ് നമ്മൾ കാണാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് ഈ ഗ്രൂപ്പിൽ അങ്ങനെ ഒരു ഏജ് എന്നുള്ളൊരു ഫാക്ടർ ഇല്ല. നമുക്ക് പല ഏജിലെ ആൾക്കാരും എന്ത് ജെൻഡർ ആയാലും നമുക്ക് കുഴപ്പമില്ലാണ്ട് നമുക്ക് പോയി വരാൻ പറ്റുന്ന ഐറ്റിനറീസ് ആണ്. ഈവൻ ദി ഇൻഫ്രാസ്ട്രക്ചർ, റോഡ് ആണെങ്കിലും പിന്നെ പോകുന്ന വഴിയിലുള്ള എല്ലാ ഒരു 50 കിലോമീറ്റേഴ്സ് ആണെങ്കിലും പിറ്റ് സ്റ്റോപ്പ് വിത്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ്സ്, അതെല്ലാം ഇതിൽ നമ്മൾ കണ്ടൊരു കാര്യമാണല്ലോ. അതെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഗ്യാസ് സ്റ്റേഷൻസ് എല്ലാം വെൽ എക്യുപ്ഡ് ആണ്. അതിനകത്ത് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളുണ്ട്. പിന്നെ 7-Eleven എന്ന് പറഞ്ഞാൽ ഒരു നെസസിറ്റി തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുമാതിരി നമുക്ക് വേണ്ട ഒരു ലൈഫിന് സർവൈവ് ചെയ്യാൻ പറ്റിയ ഒരുമാതിരി എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ഡേ ടു ഡേ എന്നുള്ളൊരു സംഗതിയാണ് തായ്ലൻഡിൽ. നമുക്കത് എന്തായാലും നമ്മൾ ഫസ്റ്റ് ചോദിക്കണം അടുത്ത 7-Eleven എവിടെയാണെന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത് എല്ലായിടത്തും അവൈലബിൾ ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാഫേ ആമസോൺ എന്നും പറഞ്ഞൊരു ബ്രാൻഡ്, വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള കോഫി. അപ്പോൾ ഈ ഒരു പിറ്റ് സ്റ്റോപ്പിന് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റ്സ്. ഞങ്ങൾ ഒരു സ്ഥലത്തും ടോയ്ലറ്റിന് എക്സ്ട്രാ പേയ്മെൻ്റ് ഇല്ല. നന്നായി ടോയ്ലറ്റ്സ് ഒക്കെ വണ്ടർഫുൾ ടോയ്ലറ്റ്സ്. നമ്മൾ ഏത് ഹോട്ടലിൽ കാണുന്ന അത്രയും തന്നെ ക്ലീൻലിനെസ് ഉള്ള ടോയ്ലറ്റ്സ് തന്നെയാണ് നമ്മൾ മിക്ക സ്ഥലങ്ങളിലും കണ്ടത്. പിന്നെ നമ്മൾ ഉപയോഗിച്ച വണ്ടികളിലേക്ക് വരുവാണെങ്കിൽ എല്ലാം ഫോർച്യൂണേഴ്സ് ആയിരുന്നു. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഏതാണ്ട് ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ വണ്ടികൾ പോലെ തന്നെ ആയിരുന്നു. കാരണം ഇത് ആകെ ഓടിയേക്കണ 30,000-40,000 കിലോമീറ്റേഴ്സാണ്. പറഞ്ഞാൽ അതൊരു കാർ റെൻ്റൽ കമ്പനി നമ്മൾ എടുക്കുമ്പോൾ ഇത് 30,000-40,000 ഇസ് നത്തിങ്. അതെന്ന് പറഞ്ഞാൽ ഫ്രഷ് കാർസ് തന്നെ. ഞങ്ങൾ തന്നെ ഏതാണ്ട് 3000 കിലോമീറ്റർ ടോട്ടൽ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. എല്ലാം ബ്രാൻഡ് ന്യൂ കണ്ടീഷനിൽ തന്നെ ആയിരുന്നു, വിത്ത് സ്മോൾ സ്പോട്ട് ഇവിടെയൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ നമ്മളിതെല്ലാം ഇൻസ്പെക്ട് ചെയ്താണ് വണ്ടി ഓടിച്ചപ്പോഴും എല്ലാ വണ്ടികളും നല്ല കണ്ടീഷൻ തന്നെയായിരുന്നു. കാരണം പുത്തൻ വണ്ടി ഓടിക്കണ ഒരു ഫീൽ തന്നെയായിരുന്നു നമുക്ക് കിട്ടിയത്. ഫോർച്യൂണേഴ്സും അതും ഇത് അവരുടെ എന്തായാലും പറയണത് ഹയസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടോപ്പ് മോഡലായിരുന്നു നമ്മൾ ഓടിച്ചത്. ഒക്കെ 4x4 വെഹിക്കിളും ആയിരുന്നു. അതുകൂടാതെ നമുക്ക് എല്ലാ ഡെസ്റ്റിനേഷൻ പോയപ്പോഴും കൂടെ ഒരു മെക്കാനിക്കും ഒരു ഗൈഡും ഉണ്ട്. അവരുടെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് എന്തായിരുന്നു? മെക്കാനിക്കും ഗൈഡും ഒന്നുള്ളത് ലാംഗ്വേജിൻ്റെ ഒരു പ്രോബ്ലം. എന്ന് പറഞ്ഞാൽ തായ്ലൻഡ് നമ്മളിപ്പോൾ ബാങ്കോക്ക് എന്ന് പറഞ്ഞൊരു സിറ്റി വിട്ട് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഒട്ടും പോപ്പുലർ അല്ല. എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആരും സംസാരിക്കുന്നില്ല. അപ്പോൾ ഇത് തന്നെയായിരുന്നു നമുക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു ഫുഡ് ഓർഡർ ചെയ്യണം, ഇത് എന്ത് പെർട്ടിക്കുലർ ഡിഷാണെന്നൊക്കെ ചോദിക്കാൻ വേണ്ടി നമുക്ക് ഗൈഡ് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. മെക്കാനിക്ക് ഡെയിലി രാവിലെ ടയർ പ്രഷർ, പിന്നെ വണ്ടി ക്ലീൻ ചെയ്യൽ, ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ പുള്ളി ചെയ്ത്, പിന്നെ അതുകൂടാണ്ട് നമുക്ക് ഒരു പിറ്റ് സ്റ്റോപ്പ് നെക്സ്റ്റ് പിറ്റ് സ്റ്റോപ്പ് എവിടെയാണ്, പിന്നെ നമ്മുടെ ഐറ്റിനറിയിൽ ഏതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പ്, ഇതൊക്കെ ഡിസൈഡ് ചെയ്ത് നമ്മുടെ ഗൈഡും നമ്മുടെ ഒരു മെക്കാനിക്കും വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ഓക്കെ, സോ താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്ത ടൂർ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അതിൽ കാണാം. അതെ, ചൈനീസ് ന്യൂ ഇയർ കഴിഞ്ഞ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഉണ്ടാവും. നമ്മുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ തന്നെ ലോഞ്ച് ചെയ്യും. ഹോപ്പ്ഫുള്ളി ബൈ നെക്സ്റ്റ് വീക്ക് നമ്മൾ ഈ പ്രൊഡക്റ്റ് ലൈവ് ആക്കും. ആൻഡ് ചൈനീസ് ന്യൂ ഇയർ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ നെക്സ്റ്റ് തായ്ലൻഡ് പ്രൊഡക്റ്റിലേക്ക് പോകുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.